കലിതുള്ളി കാലവർഷം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയ്, കോഴിക്കോട്ട് നിന്ന് റിയാസ് KMR എന്നിവർ ചേരുന്നു. ആദ്യം ബിനോയിലേക്ക് വരുന്നു. ബിനോയ്, മഴ പലയിടത്തും കേരളത്തിൽ പലയിടത്തും ശക്തമാണ്. മഴക്കെടുതികളും ഉണ്ടാകുന്നുണ്ട്. എന്താണ് കേരളത്തെ സംബന്ധിച്ചുള്ള പൊതുവായ വിവരം? എന്താണ്? വ്യാപകമായി ഇന്ന് മഴ ലഭിക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അതായത് ഇടവിട്ട് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത അത് 14 ജില്ലകളിലും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അവസാനമായി 10 മണിക്ക് പുറത്തുവിട്ട മുന്നറിയിപ്പിൽ പറയുന്നത്. ഒപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകേണ്ട മറ്റൊരു കാര്യം കൂടി വ്യക്തമായി പറയുന്നത് കടലാക്രമണ സാധ്യതയാണ്. കാരണം തിരമാലകൾ മീറ്ററുകൾ വരെ ഉയരാനുള്ള സാധ്യത. ഒപ്പം കാറ്റ്, തീരദേശങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ളൊരു നിർദ്ദേശം കൂടാതെ തന്നെ തീരദേശ മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ പ്രധാനമായും കൊല്ലം മുതൽ കാസർഗോഡ് വരെയുള്ള തീരപ്രദേശങ്ങളിലാണ് കടലാക്രമണ സാധ്യത കൂടുതലായി പറയപ്പെടുന്നത്. ഇവിടെ വീടുകളിൽ കടലിനോട് ചേർന്ന് വീടുകളിൽ താമസിക്കുന്നവർ കൃത്യമായി ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശമാണ്. ഒപ്പം സംസ്ഥാന സർക്കാരും ഇത്തരം മേഖലകളിൽ എന്തെങ്കിലും കടലാക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് ആവശ്യമായ എല്ലാ സംവിധാനവും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു കാര്യമുള്ളത്, റവന്യൂ വകുപ്പ് മന്ത്രി ഇന്നലെ തന്നെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. 14 ജില്ലാ കളക്ടർമാർക്കും അടിയന്തര നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നേരിടുന്നതിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കണം. പ്രത്യേകിച്ച് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ സജ്ജമാക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്ന കാര്യത്തിൽ പരമാവധി സ്ഥലങ്ങൾ കണ്ടെത്തി ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് സജ്ജമാക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഭക്ഷണം, അതുപോലെ തന്നെ ആരോഗ്യ വിദഗ്ധരുടെ സഹായം എന്നിവ ഉറപ്പാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്ക് തെക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ്. തിരുവല്ലയില് മണിമലയാറ് കരകവിഞ്ഞതിനെ തുടർന്നും ഒപ്പം മണിമലയാറിൽ നിന്നും വെള്ളം മറ്റ് താഴ്ന്ന മേഖലകളിലേക്ക് കയറാൻ തുടങ്ങിയതോടെ ഏകദേശം 100ഓളം വീടുകളാണ് അവിടെ 2 സ്ഥലങ്ങളിലായി വെള്ളത്തിനടിയിലായിരിക്കുന്നത്. അവരെ തൊട്ടടുത്തുള്ള SNV സ്കൂളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ദുരിതാശ്വാസ ക്യാമ്പും പ്രവർത്തിച്ചു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം ഏകദേശം 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു CSI പള്ളി ഇന്ന് രാവിലെ 6 മണിയോടെ നിലംപൊത്തി. പല വീടുകളും പൂർണ്ണമായും വെള്ളത്തിനടിയിലാണെന്നാണ് ഇപ്പോൾ നമുക്ക് അവസാനമായി വിവരം കിട്ടുന്നത്. കാരണം 10 മണിയോടുകൂടിയാണ് ഇത്രയധികം ജലനിരപ്പ് ഉയർന്നിരിക്കുന്നത്. പലരുടെയും വീട്ടുപകരണങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലായി എന്നുള്ള റിപ്പോർട്ടും പത്തനംതിട്ടയിൽ വരുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത്, പത്തനംതിട്ട ജില്ലയിലെ നദികളിൽ, അതായത് പമ്പ, അച്ചൻകോവിൽ, മണിമല ആറുകളിലെ ജലനിരപ്പ് വളരെ കാര്യമായി ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് ജലത്തിന് അതായത് വെള്ളത്തിൽ ഇറങ്ങിയുള്ള പ്രവർത്തനങ്ങൾ, അതായത് കുളിക്കുക, വസ്ത്രങ്ങൾ എന്നിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണം. ഒപ്പം നദി, തോണി ഉപയോഗിച്ചുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മറ്റൊരു നിർദ്ദേശം സംസ്ഥാനമായി നൽകിയിരിക്കുന്നത് ഈ കടലുമായി ബന്ധപ്പെട്ടോ കായലുകളുമായോ വെള്ളച്ചാട്ടവുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാര മേഖലകളിലേക്ക് ആരും തന്നെ പോകരുത്. പരമാവധി ആ സ്ഥലങ്ങളിൽ എത്താതിരിക്കുക. അത്തരം സഞ്ചാര മേഖലകളിലേക്ക് കർശന നിയന്ത്രണവും ഒപ്പം വിനോദസഞ്ചാരികൾക്ക് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടലിൽ കുളിക്കാനോ കടലിറങ്ങുകയോ ചെയ്യുന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മലയോര മേഖലകളിലുള്ള പ്രധാനപ്പെട്ട വിനോദസഞ്ചാര മേഖല, പ്രത്യേകിച്ച് ഇടുക്കി, പൊന്മുടി, അതുപോലെ തന്നെ ദേവി, സംസ്ഥാനത്തിന്റെ മറ്റു മേഖലകളിലൊക്കെ ഉള്ള ഇത്തരത്തിലുള്ള വിനോദസഞ്ചാര മേഖലകളുള്ള വിനോദസഞ്ചാരികളുടെ പ്രവേശനവും ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ രാത്രി യാത്ര ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശമാണ് അതായത് മലയോര മേഖലകളിൽ രാത്രി 7 മണിക്ക് ശേഷമുള്ള യാത്ര ഒഴിവാക്കണമെന്നുള്ള കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ ദുരന്തങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒപ്പം ഏതെങ്കിലും അടിയന്തര സാഹചര്യം വന്നു കഴിഞ്ഞാൽ ദുരന്ത നിവാരണ സേനയുടെ കൂടുതൽ സേനാംഗങ്ങളെ എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും സംസ്ഥാനത്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ വരും ദിവസങ്ങളിൽ നേരത്തെ കനത്ത മഴ 5 ദിവസം തുടരും എന്നായിരുന്നു കാലാവസ്ഥാ മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും മഴയുടെ ഒരു ഗതി, ശക്തി എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്? ന്യൂനമർദ്ദ പാത്തിയിലുണ്ടായ വ്യതിയാനം ഇപ്പോഴും അത് മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പരക്കെയും തമിഴ്നാടിന്റെ ചില മേഖലകളിലും ഒപ്പം ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് വരെയും അടുത്ത 3 ദിവസത്തേക്ക് ശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് നിർദ്ദേശം.
കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതിൽ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. അതായത് ഈ ന്യൂനമർദ്ദ പാത്തിയിൽ ഉണ്ടാകുന്ന വ്യതിയാനം അനുസരിച്ച് കാർമേഘങ്ങളിലുള്ള മാറ്റം, ഒപ്പം കാറ്റിനുണ്ടാകുന്ന ഗതിയിലുണ്ടാകുന്ന മാറ്റം എന്നിവ മാറാനുള്ള സാധ്യതയുണ്ട്. ഇത് കണക്കിലെടുത്ത് ആണ് ഓരോ 3 മണിക്കൂർ ഇടവിട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറത്തേക്ക് വന്നത്. നിലവിലെ സാഹചര്യത്തിൽ അടുത്ത 3 ദിവസത്തേക്ക് കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. വിജി. ശരി ബിനോയ്. റഫീഖ് തോട്ടുമുഖം കോഴിക്കോട് നിന്നും ചേരുന്നു വിവരങ്ങളുമായി. റഫീഖ്, എങ്ങനെയാണ് കോഴിക്കോട് വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് മഴ ദുരിതം എത്രമാത്രമുണ്ട്? ഫിജി, ഇന്ന് രാവിലെ മുതൽ തന്നെ കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ ശക്തമായ മഴ തന്നെയാണ് അനുഭവപ്പെടുന്നത്. നിലവിൽ വേറെ അനിഷ്ട സംഭവങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും ഇന്നലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ആൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ, കൊടിയത്തൂർ തെയ്യത്തുംകടവിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ആൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ പ്രതികൂലമായ കാലാവസ്ഥയും വെളിച്ചക്കുറവും മൂലം ഇന്നലെ രാത്രി 7:30 ഇന്നലെ നിർത്തിവെച്ച തെരച്ചിൽ ഇന്ന് പുനരാരംഭിച്ചിട്ടുണ്ട്. 2 NDRF യൂണിറ്റ്, അതുപോലെ ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റ്, നാട്ടുകാര്, സന്നദ്ധ പ്രവർത്തകർ എന്നിവരാണ് ഇരുവഞ്ഞിപ്പുഴയിൽ രാവിലെ മുതൽ തെരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത്. ഇന്നും ശക്തമായ മഴയും അടിയൊഴുക്കും ഈ തെരച്ചിലിനൊരു തടസ്സം നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ മലയോര മേഖലയിലെ ഒരു ജലവൈദ്യുത പദ്ധതിയായ ഉറുമി ജലവൈദ്യുത പദ്ധതിന്റെ ഒരു പെൻസ്റ്റോക്ക്, 2ാം ഘട്ടത്തിന്റെ പെൻസ്റ്റോക്ക് ഇന്നലെ പൊട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ പെൻസ്റ്റോക്ക്, ആ ഒരു പദ്ധതി പ്രകാരമുള്ള വൈദ്യുതി ഇപ്പൊ തടസ്സപ്പെട്ടിട്ടുണ്ട്. അത് പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. അതുപോലെ മലയോര മേഖലയിലെ ടൂറിസം മേഖല ആയതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടുണ്ട്. അതുപോലെ ഇത് നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി എടുക്കണമെന്നുള്ള നിർദ്ദേശവും ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. റിയാസ്, ഈ പെൻസ്റ്റോക്ക് പൈപ്പ് പൊട്ടിയത് എത്രമാത്രം ഗുരുതരമായ ഒരു പ്രശ്നമാണ്? 2ാം ഘട്ട പദ്ധതിയിലെ വൈദ്യുതി ഉൽപാദനം നിർത്തിയിരിക്കുകയാണ്. ഇത് നന്നാക്കുവാനുള്ള, ശരിയായ രീതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ്? ഇത് ഉറുമി പദ്ധതിന്റെ 2ാം ഘട്ട പദ്ധതിന്റെ പെൻസ്റ്റോക്ക് ആണ് ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടി പൊട്ടിയിട്ടുള്ളത്. അത് ഇന്നലെ തന്നെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഓഫീസുകൾക്ക് ഈ വെള്ളം ഇത് പൊട്ടിയതിനെ തുടർന്ന് ഓഫീസുകൾക്ക് ചെറിയ കേടുപാടുകൾ സംഭവിച്ചു എന്നല്ലാതെ വേറെ വേറെ ആളുകൾക്ക് പരിക്കൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം ആ പ്രവർത്തനം അതിന്റെ വിദഗ്ധർ വന്ന് പരിശോധിച്ച് അത് നന്നാക്കുന്നവരെ തടസ്സപ്പെടുത്തിയിട്ടാണ്. ശരി റഫീഖ്, നമുക്ക് കൊച്ചിയിലെ വിവരങ്ങളിലേക്ക് പോകാം. അശ്വതിയിലേക്ക്. അശ്വതി, എങ്ങനെയാണ് എറണാകുളത്ത് വെള്ളക്കെട്ട് രൂക്ഷമാണോ? പ്രത്യേകിച്ച് മലയോര മേഖലയിൽ, തീരദേശ മേഖലയിൽ എങ്ങനെയാണ് മഴ ദുരിതം? ഫിജി, ഇവിടെ കൊച്ചിയിലെ തീരദേശ മേഖലയിൽ പ്രത്യേകിച്ച് നായരമ്പലം ഭാഗത്ത് വലിയ തോതിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കടലാക്രമണം അതിരൂക്ഷമാണ്. ഇന്നത്തെ ദിവസം ഇവിടെ കടലാക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. കടലാക്രമണത്തിന്റെ ഭാഗമായി നായരമ്പലം ഭാഗത്തേക്ക് എത്തുന്ന ഒരു സ്ഥിതിയാണുള്ളത്. പിന്നെ ഇവിടെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധികൾ എല്ലാവരും തന്നെ ഇന്ന് ജില്ലാ കളക്ടറേറ്റ് ഇന്ന് ഒരു ചർച്ച സംഘടിപ്പിച്ചിട്ടുണ്ട്. 12 മണിക്കാണ് ചർച്ചയുടെ ഭാഗമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ, തീരുമാനങ്ങളിലൂടെ ആയിരിക്കും ഇന്ന് ഈ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാവുക. എന്തായാലും ഒരു വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഭാഗങ്ങളിൽ റോഡ് ഉപരോധിച്ചുകൊണ്ട്, ആക്ഷൻ കൗൺസിൽ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വെളിയത്താംപറമ്പ് മേഖലകളിലാണ് ഇത്തരത്തിൽ റോഡ് ഉപരോധിച്ചുകൊണ്ട് ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായിട്ട് ഇവിടെ പ്രതിഷേധമുണ്ടായിരുന്നത്. ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ എല്ലാവരും തന്നെ എറണാകുളത്തെ കളക്ടറേറ്റിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ചർച്ചയുടെ ഭാഗമായിട്ട് പ്രധാനമായും ഇവര് ആവശ്യപ്പെടുന്നത് ഈ പുലിമുട്ടടക്കമുള്ള ഒരു ശാശ്വത പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നാണ്. ഇപ്പോൾ കടലാക്രമണം ഇപ്പോൾ 11 മണിയോടുകൂടി ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വെള്ളം സമീപ പ്രദേശങ്ങളിലേക്കൊക്കെ ഒഴുകി എത്തുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അല്പസമയം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ഭാഗത്തെ വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥിതി അശ്വതി, ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടോ? അത്തരത്തിൽ എന്നുള്ള നീക്കങ്ങൾ എങ്ങനെയാണ്? അത്തരം ക്യാമ്പുകളിലേക്ക് പോകില്ല എന്നുള്ളൊരു ഒരു കാര്യമാണ് ഈ പ്രതിഷേധക്കാർ ആദ്യം മുതൽ വ്യക്തമാക്കുന്നത്. കാരണം അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതിൽ ശാശ്വതമായൊരു പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകണം. അല്ലാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് തങ്ങൾ പോകില്ല എന്നാണ്
ഇവർ പറഞ്ഞത്. എന്തായാലും ഇന്നത്തെ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. ചർച്ചയ്ക്ക് ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഉണ്ടാവുകയാണെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുമായി സഹകരിക്കും. അല്ലാത്ത പക്ഷം അത്തരത്തിലുള്ള സഹകരണം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് സ്ഥിതി. കാരണം കനത്ത കടലാക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് ആ ഭാഗത്താണ്. ഇവിടെ വലിയ തോതിലുള്ള കടലാക്രമണം ഉണ്ടാകുന്നു. ഇത് കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 12 മണിയോട് കൂടി ഇത് വലിയ തോതിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം വേലിയേറ്റ സമയമാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയ തോതിൽ ആകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതിയുണ്ട്. വലിയ രീതിയിലുള്ള ഒരു കടലാക്രമണം ഈ ഭാഗത്ത് നേരിടുന്നുണ്ട് സ്ഥിതി. അശ്വതി, എറണാകുളം നഗരത്തിന്റെ അവസ്ഥ എന്താണ്? നഗരത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ചില ഭാഗങ്ങളിൽ മാത്രമാണുള്ളത്. പ്രത്യേകിച്ച് കമ്മനം ഭാഗങ്ങളിൽ, അതുപോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്ത് തുടങ്ങിയ മേഖലകളിലാണ് ഈ തരത്തിലുള്ള ഈ വെള്ളക്കെട്ട് പറയാൻ സാധിക്കുന്നത്. മറ്റ് മേഖലകളിലേക്കൊക്കെ, കടവന്ത്ര മേഖലകളിലേക്കൊക്കെ വെള്ളക്കെട്ട് അത്ര രൂക്ഷമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ചില കോളനികൾ കേന്ദ്രീകരിച്ചും വെള്ളക്കെട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു ഓടകൾ കവിഞ്ഞൊഴുകുന്ന അത്തരത്തിലൊരു സ്ഥിതിയിലേക്ക് നിലവിൽ പോയിട്ടില്ല. ശരി, അശ്വതിയാണ് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കൊച്ചിയുടെ തീരമേഖലയിലും മലയോര മേഖലയിലുമൊക്കെ മഴക്കെടുതികൾ രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സംസ്ഥാനത്താകെ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യുന്നു. പലയിടത്തും ഒറ്റപ്പെട്ട വളരെ ശക്തമായ മഴയാണ് പെയ്യുന്നത്. കോട്ടയം ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം. മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയരുന്നു. പാല ഈരാറ്റുപേട്ട റോഡിൽ മൂന്നാനിയിൽ വെള്ളം കയറി. മുണ്ടക്കയത്ത് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി. മരിയ വിവരങ്ങളുമായി ചേരുന്നു. മരിയ, എങ്ങനെയാണ് കോട്ടയത്തിന്റെ പ്രാന്തപ്രദേശങ്ങളുടെ സാഹചര്യം? കോട്ടയത്ത് ശക്തമായ മഴ തന്നെയാണ് സ്ഥിതി തുടർന്നുകൊണ്ടിരിക്കുന്നത്. മീനച്ചിലാറ്റിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഞായറാഴ്ച രാത്രി ആരംഭിച്ച മഴ കുറഞ്ഞുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇന്നലെ രാവിലെ മുതൽ മഴ ശക്തമായതോടെയാണ് മണിമല, പമ്പ, അഴുത ജലനിരപ്പ് ഉയർന്നത്. പലയിടങ്ങളിലും മരങ്ങൾ വീണ് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. എരുമേലി മണിപ്പുഴയിൽ നടപ്പാലം തകർന്നു വീണു. മഴ ശക്തമായ സാഹചര്യത്തിൽ ഇന്നലെ കാവുകണ്ടത്തെ 2 കുടുംബങ്ങളിലെ ഗവൺമെന്റ് LP സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിൽ മാറ്റിയിരുന്നു. 6 കര കവിഞ്ഞൊരുകിയതിനാൽ സാധ്യത ഉള്ളതിനാലാണ് 2 കുടുംബങ്ങളെ 7 ആളുകളാക്കി ക്യാമ്പ് തുടങ്ങിയത്. എന്നാൽ ഇന്ന് ജില്ലയിൽ 16 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് എല്ലാ പ്രദേശങ്ങളിലും ആവശ്യമായ നടപടികളുമായി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്നലെ മണിമലയാറ്റിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു. ഉയരാൻ കാരണം ഇടുക്കി ജില്ലയിൽ പെയ്ത കനത്ത മഴയെ തുടർന്നാണ് ഇവിടെ ജലനിരപ്പ് ഉയർന്നത്. മുൻപ് ഉരുൾപൊട്ടൽ ഉൾപ്പെടെ ഉണ്ടായ കൂട്ടിക്കൽ പഞ്ചായത്തിലെ പല മേഖലകളിലും ഇന്നലെ 12 മണി വരെ മഴ കുറവായിരുന്നു. എന്നാൽ ഇതേ സമയം സമീപ പ്രദേശങ്ങളിലും മഴ ശക്തമായി. ഇടുക്കി ജില്ലയിലെ അഴങ്ങാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ മഴ പെയ്ത് വെള്ളം മണിമലയാറ്റിലേക്ക് എത്തിയതാണ് ഇവിടെ ജലനിരപ്പ് ഉയരാൻ പ്രധാന കാരണമായത്. കൂട്ടിക്കൽ ചപ്പാത്ത് പാലം മുട്ടി വെള്ളം ഒഴുകുകയാണ്. മുണ്ടക്കയം ഭാഗങ്ങളിൽ പല വ്യാപാര സ്ഥാപനങ്ങളും വെള്ളം കയറുന്ന മൂലം ആളുകളെ സ്ഥാപനങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പമ്പയാറ്റിലെ വെള്ളം പൊങ്ങിയതോടെ കൂട്ടത്തറ, ഇടകടത്തി, അരയാലിമണ്ണ് വെള്ളം കയറി 400 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയെ തുടർന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ ജലനിരപ്പ് ഉയർന്ന പല ആറുകളും പൂർണ്ണമായി മുങ്ങി. കാൽനട യാത്രക്കാർക്കും വാഹന ഗതാഗതവും ഇന്നലെ പൂർണ്ണമായി തടസ്സപ്പെട്ടിരുന്നു. എന്തായാലും കനത്ത മഴയെ തുടർന്ന് കോട്ടയം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി സർവകലാശാലയിലും പരീക്ഷകൾ ഇന്ന് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ മഴയ്ക്ക് ഒരു ശമനം വന്നിട്ടുണ്ട്. പാല ഈരാറ്റുപേട്ട ആറുകൾ ശക്തമായ രീതിയിൽ തന്നെയാണ് ഒഴുകുന്നത്. പാലയിലെ പല ഭാഗങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. മഴ ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് വെള്ളം കയറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പാല ഈരാറ്റുപേട്ട മൂന്നാറിയിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ വാഹനങ്ങൾക്ക് ഗതാഗത തടസ്സമൊന്നും ഉണ്ടായില്ല. എന്തായാലും മഴ ഇപ്പം കുറച്ച് ശമനം ഉണ്ടായിട്ടുണ്ട്. ഫിജി. ശരി, മരിയ ഡൊമിനിക് കോട്ടയത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. പലയിടങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സജീവമാണ് എന്ന് സൂചിപ്പിക്കാം. മഴയിൽ കനത്ത മഴയിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷാ മതിൽ ഇടിഞ്ഞിട്ടുണ്ട്. നമുക്കതിൻ്റെ വാർത്തയിലേക്ക് എത്താം അല്പസമയത്തിനകം.
കനത്ത മഴയ്ക്കിടയിലും മറ്റ് സംസ്ഥാനത്തെ മറ്റ് പ്രധാന വാർത്തകളിലേക്കും നമുക്ക് പോകാം.